ഉദയനോ നിർമ്മലയോ നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ലമ്മേ. ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചപ്പോ വ്യക്തമായൊന്നും പറഞ്ഞതുമില്ല. ഇനി ഇതിന്റെ പുറകില് എന്തെങ്കിലും കളിയുണ്ടോ? ശരിക്കും അവക്ക് അസുഖമുണ്ടോ? എനിക്കങ്ങനെ അറിയാനമ്മേ. നിർമ്മല കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ എന്തും ആകാം. എന്തായാലും നീ നിർമ്മലയുടെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിക്കേ. അമ്മേ, നന്ദനമാവനെ വിളിക്കുന്നു. എടുത്തില്ലെങ്കിൽ കുഴപ്പം. നീ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും പറ. എന്താ അമ്മാവ? ഇതെവിടെയാ നിങ്ങള്? എന്താ ഇങ്ങോട്ടൊരു വിവരം അറിയിക്കാത്തെ? അമ്മയ്ക്ക് എന്താ തീരെ വയ്യാണ്ടായോ? അത് ഫുഡ് പോയിസൺ ആണല്ലോ. നിർമ്മലയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, അമ്മ എന്റെ അടുത്തുണ്ട്. ഫോണൊന്ന് അവളുടെ കൈ കൊടുത്തേ. അമ്മയോട് സംസാരിക്കണം. ഹലോ ഏട്ടാ. എന്താ നിർമ്മലേ, എന്താ ശരിക്കും സംഭവിച്ചേ? അയ്യോ ഏട്ടാ, പിന്നെ അതൊന്നും പറയണ്ട. ഏതോ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് കഴിച്ചതാ. അത് ഇത്രയും വലിയ കുഴപ്പമൊന്നും ഞാൻ വിചാരിച്ചില്ല. എവിടുന്നാ കഴിച്ചെന്നറിയില്ലേ? അവർക്കെതിരെ പരാതി കൊടുക്കണം. അതൊക്കെ ഉദയേട്ടൻ ചെയ്തിട്ടുണ്ടേട്ടാ. നിർമ്മലേ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നവീനെ അങ്ങോട്ട് വിടാം. അയ്യോ ഏട്ടാ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കൂലേ? ഇതിപ്പോ വേണമെങ്കിൽ കുറച്ച് ഞാൻ ഡിസ്ചാർജ് ആവും. അത് കഴിഞ്ഞാ ഞങ്ങള് പിന്നെ അങ്ങോട്ട് വരുമല്ലോ. എന്തായാലും തറവാട്ടിൽ നിന്ന് ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബാക്കിയുള്ളവരെല്ലാം ഒന്നും അറിയാത്ത പോലെ മാറി നിൽക്കാന്ന് പറഞ്ഞ. അയ്യോ, അത് പിന്നെ എനിക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ ചേട്ടാ. അയ്യോ അമ്മേ, എനിക്ക് വേറെ എടുക്കുന്നേ. അയ്യോ അമ്മേ. എന്താ എന്താ നിർമ്മലേ, എന്താ പറ്റിയേ? അയ്യോ ഏട്ടാ, അയ്യോ അതെ ഏട്ടാ, ഈ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വയറിൽ നിന്ന് മുഴുവൻ പോയി കഴിഞ്ഞാലേ സമാധാനം കിട്ടുമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അയ്യോ, അത്രയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടായിട്ടാണോ ആരും വരണ്ടെന്ന് പറയുന്നേ? ഹോസ്പിറ്റൽ ഏതാന്ന് ചോദിച്ചാ പറയില്ല. ഇതെന്താ നിർമ്മലി കാണിക്കുന്നേ? അസുഖമുള്ള നേരത്തെ ആരെങ്കിലും വൈരാഗ്യം കാണിക്കോ? അതെ, അയ്യോ വൈരാഗ്യം ഒന്നുമല്ല ഏട്ടാ. ഇനി ഇതും കൂടി വേണ്ടാന്ന് വെച്ചിട്ടാ. ഞാൻ എന്താ ഒരു കാര്യം തീരുമാനിച്ചു.